പടമായിരുന്നു, അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നല്ല പടം, അത്രേ പറയാൻ പറ്റും. നല്ല അഭിനയം, നല്ല ആസിഫ് അലിയും പെൺകുട്ടിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വലിയ കാര്യങ്ങളൊന്നും പറയാനുള്ള അറിവ് എനിക്കില്ല. സിനിമ കാണുക എന്നുള്ളത് നല്ല പടമാണ്. നോർമൽ സ്റ്റോറിയാണ്, നല്ല മേക്കിംഗ് കൊണ്ട് അടിപൊളിയാണ്. നമ്മൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്യണ്ട, സ്റ്റോറി കൊണ്ട് ഒരു നോർമൽ സ്റ്റോറിയാണ്. അത് ഓവർ ലാഗ് ഇല്ലാണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല പടമാണ്, സ്റ്റോറി നല്ല നല്ല രസമുള്ള പടമാണ്. ആസിഫ് അലിയൊക്കെ തറുന്നുണ്ട്, മമ്മൂക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഇതിലുണ്ട്, ഞാൻ സ്പോയിൽഡ് പറയുന്നില്ല. ഇത് മലയാള സിനിമയുടെ ഏറ്റവും മികച്ച പടമാണ്, ഒരു ക്ലാസിക് പടമാണ്. അഭിനയിക്കലെ പോലെ മനോജ് ചേട്ടനാജിയിലുണ്ട്. ആസിഫ് അലി സൂപ്പർ നടനായി മാറിക്കൊണ്ടിരിക്കുക, സൂപ്പർ താരമല്ല, എല്ലാവരും സൂപ്പർ നടനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അനുസരാജിന് അടുത്ത ഉർവശിന്ന് പറയാം. എല്ലാം കൊണ്ട് കിട്ടില്ല പടം, ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. ക്ലാസിക് പടമാണ്. പണ്ട് 80കളുടെ പോലെ KGR പടം പോലെ ഈ പടം മലയാള സിനിമ എന്നും ഓർമ്മിക്കപ്പെടും. ഒരു ക്ലാസിക് പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എഡിറ്റിങ്ങൾ ഉയർന്നാണ്, ഒരു ലാഗും ഇല്ല, റിയലിസ്റ്റിക് ഫിലിമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞ സ്പോയിൽഡാം. നമുക്കിടെ സാന്ത്വനയിലുണ്ട്, എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതെല്ലാവരും കാണേണ്ട പടമാണ്, ക്ലാസിക് പടമാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ഒരു 10 പടങ്ങൾ ഒരു പടമായി കിട്ടണം പടം. ഇതിന് അവാർഡെല്ലാം കിട്ടും, ഒരുപാട് അവാർഡും കിട്ടും, നല്ലൊരു ഓടുകയും ചെയ്യും. കാരണം ഫാമിലിക്കും യൂത്തിനും എല്ലാം ഇഷ്ടപ്പെടും. വയലൻസ് വൾഗാരിറ്റി ഒന്നുമില്ല. ഇങ്ങനെ സിനിമ കണ്ടിട്ടില്ല അടുത്ത കാലത്തോളം. ഒരു പഴയൊരു നമ്മുടെ കാതോരത്തിൻ്റെ റെഫറൻസ് വെച്ച് ഒരു ക്രൈം ത്രില്ലർ എടുത്തിരിക്കുകയാണ്. പാടം കലക്കി എന്ന് വെച്ചാൽ അടുത്ത കിഷ്കിന്ത കാണ്ടം, ആസിഫിലെ അടുത്ത കിഷ്കിന്ത കാണ്ടം. അതേപോലെ പുള്ളിക്ക് അടുത്തൊരു 50-60 കോടി പുള്ളി അടിക്കും, ഉറപ്പാണ്. എന്ന് വെച്ചാൽ അത്രയും നല്ല സ്റ്റഡി ചെയ്താണ് പടം എടുത്തിരിക്കുന്നത്. പഴയ ഭരതൻ്റെ കാലഘട്ടം തൊട്ട് തന്നെ നമുക്ക് തന്നെ പടം റെഫർ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു പാഠമാണ്. ഇത്ര നല്ല പഠിച്ചാണ് പടം ചെയ്തിരിക്കുന്നത്. കിടിലം പടം കേട്ടോ, ക്രൈം ത്രില്ലർ, ക്രൈം മിസ്റ്ററി ത്രില്ലർ, അടിപൊളി. ആസിഫ് അലി കലക്കി, അനശ്വര രാജൻ ഒക്കെ റോൾ ചെയ്തു. അനശ്വര ഉഗ്രൻ റോൾ ചെയ്തു കേട്ടോ, കലക്കി. നല്ല പടമായിരുന്നു. ആസിഫ് പോലീസ് വേഷത്തിൽ വീണ്ടും ഞെട്ടിച്ചു. തലവന് ശേഷം ആണ് ഈ ഒരു സ്റ്റൈല് കാണുന്നത്. പിന്നെ വെയിറ്റ് ചെയ്തിരുന്നൊരു സംഭവമാണല്ലോ മമ്മൂക്ക. കാതോരത്തിലും മമ്മൂക്കൻ അതേപോലെ തന്നെ സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നൊരു രോമാഞ്ചിഫിക്കേഷൻ ആയിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അത് നമ്മൾ TV യിൽ കണ്ടിട്ടുണ്ടല്ലോ ആ ഒരു ഫിലിം. അത് സ്ക്രീനിൽ അതേ മമ്മൂക്കയെ തന്നെ കാണുക എന്നുള്ളത് വേറൊരു വൈബാണ്. പിന്നെ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നല്ല രീതിയിൽ ജോഫിൻ അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അനശ്വരയുടെ റോളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നേരിന് ശേഷം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഏത് രീതി നോക്കിയാലും ഫാമിലിക്കും ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം കാണാൻ പറ്റിയ നല്ലൊരു ഒരു ഫിലിമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. സിദ്ദിഖൊക്കെ ആണെങ്കിലും ജഗദീഷ് ആണെങ്കിലും ഇതിൽ വന്നേക്കുന്ന എല്ലാവരും അവരുടെ റോള് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. ആസിഫിക്കയുടെ മറ്റൊരു ഹിറ്റ് തന്നെയായിരിക്കും എന്നുള്ളതൊരു. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു ബ്രില്യൻ്റ് സ്ക്രിപ്റ്റാണ്. ഭയങ്കര ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഇതിനകത്താണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്റ്റായിട്ടുള്ള കാസ്റ്റിംഗാണ് ഇതിനകത്ത് നടന്നേക്കുന്നത്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ആസിഫ് അലി നന്നായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അനശ്വര രാജൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇന്ന് നടക്കുന്ന സമകാലീന സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഒരു സിനിമയ്ക്ക് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള വേണു കാച്ചപ്പള്ളി, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്ത് നല്ല ഒരു സിനിമയാണ്. നല്ല രീതിയിൽ ഓടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് പടമാണ്. നമ്മുടെ കാതോരം എന്ന പടത്തിൻ്റെ ഒക്കെ അതിൽ നിന്നുള്ള അതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓൾഡ് മൂവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കാണിക്കുന്നുണ്ട്. നല്ല ത്രില്ലിംഗാണ് പടം, അടിപൊളി ത്രില്ലിംഗാണ്. പിന്നെ ഒരുപാട് തുടക്കത്തിലിങ്ങനെ കുറച്ച് തിന്നുന്നതിനും അവസാനം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എൻഡിങ്ങൊക്കെ ശരിക്കും കാതോരത്തിൻ്റെ ഇതില്ലേ, അതിൽക്കുള്ള മമ്മൂട്ടിയുടെ ഇതിലെ വെച്ച് എൻഡ് ചെയ്യണത്. ഓക്കെ, രേഖാചിത്രം അതിഗംഭീര എക്സ്പീരിയൻസ് ആണ്. രേഖാചിത്രം സാധാരണ സിനിമകൾ നമ്മൾ പോലീസ് സ്റ്റോറികൾ കാണുന്ന പോലെ ഒരു ത്രില്ലർ, ആരാണിത് ചെയ്തത് എന്നുള്ളൊരു ഉപരി ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 2 കാലഘട്ടം കാണിക്കുന്ന ആ ഒരു രീതിയാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ ലൊക്കേഷൻ നടന്ന സംഭവം, അത് ഈ കാലത്ത് അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളും പിന്നെ ഒരുപാട് നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ സിനിമ പ്രേമികൾക്കും അത് മമ്മൂട്ടി മാത്രമല്ല, നെടുമുടി വേണു, ഭരതൻ സർ, ഇങ്ങനെയുള്ളവരുടെയൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ ഉള്ള ഒരു ഫീലിങ്ങും. അപ്പോൾ 2024 പോലെ തന്നെ 2025
ആസിഫ് അലിയുടെ ഗംഭീരമായ തുടക്കമാണ് രേഖാചിത്രം എന്ന സിനിമ. ഇതിനകത്ത് യൂസ് ചെയ്ത ടെക്നോളജി, AI ടെക്നോളജി, പിന്നെ 2 കാലഘട്ടത്തെ പീരിയഡ്സ് കാണിച്ചിരിക്കുന്ന ടെക്നിക്കലി പെർഫെക്റ്റ് ആണ്. ഒരു പ്രത്യേകതരം തിയേറ്റർ നൊസ്റ്റാൾജിക് അനുഭവമാണ് രേഖാചിത്രം എന്ന സിനിമ സമ്മാനിച്ചത്. ഇപ്പോൾ രേഖാചിത്രം ഞങ്ങൾ കണ്ടിറങ്ങി, അടിപൊളിയാണ്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കഥ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചിരുന്ന് കാണണം. ആസിഫ് അലി എങ്ങനെയുണ്ട്? ആസിഫ് അലി നമ്മുടെ പ്രത്യേകിച്ച് പറയണ്ടോ, കിഷ്കിന്ധാകാണ്ഡത്തിന് ശേഷം അദ്ദേഹത്തിന് മികവറ്റൊരു സിനിമയാണ്. കാരണം കിഷ്കിന്ധാകാണ്ഡത്തിൽ നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞല്ലോ, അത് ഇതിനകത്ത് ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഓരോ ക്യാരക്ടർ, ഇപ്പോൾ പോലീസ് ഓഫീസറാണ് വേണ്ടി ബോഡിയൊക്കെ അതിൻ്റെ രീതിയിൽ കൊണ്ട്, പിന്നെ അതുപോലെ പ്രീസ്റ്റ് എന്ന സിനിമ നമുക്ക് ഒരുപാട് വ്യത്യസ്തത സമ്മാനിച്ച മമ്മൂക്കയുടെ സിനിമ. പക്ഷെ അതിനേക്കാളും വേറെ ലെവലാണ് ഈ സിനിമ. കാരണം ഓരോ രംഗങ്ങളും നമ്മൾ ത്രില്ലടിച്ചിരുന്നൊരു പടമാണ്. കാരണം എന്ന് വെച്ചാൽ എന്തായാലും പടം ഗംഭീരമാണ്. എന്ത് പറഞ്ഞാലും പടം സൂപ്പർ സിനിമയാണ്. കാരണം കാണേണ്ട ഒരു പടം തന്നെയാണ്. കാരണം പഴയ കാലഘട്ടമൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന കലാസംവിധായകർക്ക് ഒരു നമസ്കാരം. പഴയ കാലഘട്ടം, പണ്ടത്തെ കാലഘട്ടമല്ലേ, ആ സിനിമാ മാസികകൾ, അതുപോലെ തന്നെ ഒരു വീട് എല്ലാം ആഡ് ചെയ്തിരിക്കുന്ന കലാസംവിധായകർ ഇത് മികവറ്റ രീതിയിലാണ്. ഇതൊക്കെ ഞെട്ടിയിരുന്ന പടം കണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ പെർഫോമൻസ് സൂപ്പർ സിനിമ. എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ലാഗായിട്ട് തോന്നി. കാരണം ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ആയതുകൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് പോയെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് അങ്ങനെയല്ല. കഥ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് അന്വേഷണമാണല്ലോ. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് കണ്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 90s കാണിക്കുന്നുണ്ട്, ഭരതേട്ടൻ, അതുപോലെ മമ്മൂക്ക, പിന്നെ ഈ ആ സിനിമകളുടെ നമുക്കൊരു ഓർമ്മയിലേക്ക് നമുക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആസിഫ് അലി, സായ് കുമാർ, ഇന്ദ്രൻസ്, ജഗദീഷ്, ഇവരെല്ലാം നല്ല പെർഫോമറാണ്. അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ആസിഫ് അലിക്കട വലിയൊരു സിനിമയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ നല്ലൊരു സിനിമയാണ്. എല്ലാവർക്കും ഫാമിലിയായിട്ട് തിയേറ്ററിൽ വന്ന് ധൈര്യമായിട്ട് കാണാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക AI സാങ്കേതിക വിദ്യയിൽ മമ്മൂക്കയെ കാണിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വോയിസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എന്തായാലും ഈ കാലഘട്ടത്തിൽ നമുക്ക് ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാം. നമുക്ക് ഫാമിലിയിൽ കുഞ്ഞുങ്ങളും വീട്ടുകാരും എല്ലാം സന്തോഷപൂർവ്വം വന്നിരുന്ന് കാണാം. ഒരു അന്വേഷണം, ഒരു കുറ്റാന്വേഷണ സിനിമയാണ്. ഇതൊരിക്കലും ഒരു മതത്തെ ബേസ് ചെയ്തുകൊണ്ടല്ല. ഞാൻ വിചാരിച്ച് ഈ പടം കാണാൻ വന്നപ്പോൾ സംശയമായിരുന്നു എനിക്ക്, FIR പോലുള്ള ഒരു സിനിമയാണോ എന്ന്. പക്ഷേ FIR പോലുള്ള സിനിമയല്ല. ഒരു മതത്തെ ഒന്നും ഈ രീതിയിലേക്ക് പെടുത്തുന്നേ ഇല്ല. പക്ഷേ ഇതൊരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു കഥയാണ്. ആ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അതാണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് സൂപ്പർ സിനിമയാണ്. ഒരു ഫാമിലി സിനിമയാണ്.